ഡ്രോ മൈ കരിയറിൻ്റെ സിഇഒയും കോ ഫൗണ്ടറുമാണ് നവീൻ പോൾ. ഹലോ നവീൻ, വെൽക്കം ടു ഇൻസ്പിരിറ്റോ. താങ്ക് യു അച്ഛാ. നവീൻ്റെ ഒരു ജീവിതം, വളർച്ച, ഇവിടേക്കൊക്കെ എത്തിയത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഉറപ്പായിട്ടും. ഞാൻ അങ്കമാലിക്കടുത്ത് മഞ്ഞപ്രയിലാണ് എൻ്റെ ജനനം. മഞ്ഞപ്ര ഫൊറോന പള്ളിയാണ് നമ്മുടെ ഇടവക. അവിടെ ഒരു അൾത്താര ബാലനായിട്ടായിരുന്നു എൻ്റെ തുടക്കം. അതൊക്കെ ഇന്നും ദീപ്തമായ ഓർമ്മകളാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അൾത്താര ബാലനായിട്ട് അൾത്താരയിൽ കയറുന്നത്. പിന്നീട് എഞ്ചിനീയറിംഗ് കാലഘട്ടം വരെ, അല്ലെങ്കിൽ ഇപ്പോൾ പോയാലും കുർബാനയ്ക്ക് കൂടാനായിട്ട് യാതൊരു മടിയില്ല. അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത, നമ്മളെ ഇൻസ്പയർ ചെയ്ത ഒരുപാട് അച്ഛന്മാരൊന്നുണ്ടായിരുന്നു. പയ്യപ്പള്ളി അച്ഛൻ, തോട്ടങ്കരി അച്ഛൻ, രണ്ടുപേരും മരിച്ചുപോയി. പിന്നീട് ഞങ്ങളുടെ കൊച്ചന്മാരായിട്ടുണ്ടായിരുന്ന ബൈജു കണ്ണമ്പള്ളി അച്ഛൻ, ജിൻഡോ അച്ഛൻ, ജേക്കബ് കോറത്ത് അച്ഛൻ, അങ്ങനെ ഒരുപാട് അച്ഛന്മാർ നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മളെ നയിക്കുകയും നമ്മളെ ഇൻസ്പയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേരൻസ് പപ്പ പോൾസി പീറ്റർ, അമ്മ ആനി എൻ ഡി, രണ്ടുപേരും ഗവൺമെൻറ് സർവീസിലായിരുന്നു, റിട്ടയറായി. പക്ഷെ 14 വയസ്സിൽ തൂമ്പെടുത്ത് തുടങ്ങിയതാണ് അപ്പൻ. അപ്പം അപ്പൻ്റെ ആ ഒരു അധ്വാനം എന്നും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു കാര്യമാണ്. സ്കൂളിംഗ് എല്ലാം മഞ്ഞപ്ര തന്നെയായിരുന്നു. അവിടെ സെൻറ്റ് മേരീസ് LP സ്കൂൾ മഞ്ഞപ്ര, സെൻറ്റ് മേരീസ് UP സ്കൂൾ മഞ്ഞപ്ര. ഈ UP സ്കൂളിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയപ്പോൾ അതിലെ ബാച്ചിലെ ഒരാളായിരുന്നു ഞാൻ. ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, പബ്ലിക് സ്പീക്കിംഗ് എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ഞാനിങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിനൊക്കെ കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന സ്റ്റീഫൻ സാറായിരുന്നു. സാറിന്ന് ജീവിച്ചിരിപ്പില്ല, എന്നാലും സാറാണ് ആദ്യമായിട്ടൊരു ഇംഗ്ലീഷ് പ്രസംഗം നമുക്ക് എഴുതി തരുന്നത്. സാറാണ് ഈ പ്രസംഗ മേഖലയിലോട്ട് കൊണ്ടുവരുന്നത്. DCLൻ്റെ ഭാഗമായിരുന്നു, ദീപിക ചിൽഡ്രൻസ് ലീഗിൻ്റെ പാർട്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു അധ്യാപകനായിരുന്നു സ്റ്റീഫൻ സാർ. അദ്ദേഹം മികച്ച അധ്യാപകനുള്ള അവാർഡും കൂടെ വാങ്ങിയിരുന്നു ആണ് എൻ്റെ ഒരു ഓർമ്മ. അതിനുശേഷം ഞാൻ എൻ്റെ ഹൈസ്കൂളിംഗ് NSS ഹയർ സെക്കൻഡറി സ്കൂൾ മാണിക്യമംഗലം, അത് കഴിഞ്ഞ് എൻ്റെ ഹയർ സെക്കൻഡറി NSS ഹയർ സെക്കൻഡറി സ്കൂൾ ഒക്കലായിരുന്നു ഹയർ സെക്കൻഡറി. അപ്പം അന്നാണ് എൻ്റെ ഒരു ബാബുരാജ് സാറ്, സ്വപ്നമിസൊക്കെ ഇപ്പോഴും ഉണ്ട്. സാറ് ഇപ്പോഴത്തെ പ്രിൻസിപ്പളാണ്. സാറാണ് അന്ന് ചോദിക്കുന്നത്, ഈ സാധാ ഡോക്ടർ എഞ്ചിനീയറിംഗ് ഒന്നും അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കരിയറിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? സിവിൽ സർവീസൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ? എഴുതിയെടുത്തുകൂടെ? അന്നൊക്കെയാണ് ഇതൊക്കെ ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നത് പോലെ, മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിരുന്നു. ആഗ്രഹം ഡോക്ടർ ആവണമെന്നായിരുന്നു. പക്ഷേ എൻട്രൻസിൽ കിട്ടിയ റാങ്ക്, ഡോക്ടർ റാങ്ക് വളരെ വലുതായതുകൊണ്ടും എഞ്ചിനീയറിംഗ് കിട്ടിയ റാങ്ക് കുറച്ച് ചെറുതായതുകൊണ്ടും പിന്നീട് ആരൊക്കെയോ പറഞ്ഞ്, അല്ലെങ്കിൽ എന്തൊക്കെയോ ചേർന്ന് ഞാൻ എഞ്ചിനീയറിംഗിലെത്തി. ആ എഞ്ചിനീയറിംഗ് ജേണി അമൽജ്യോതിയിലായിരുന്നു എഞ്ചിനീയറിംഗ് ജേണി. ആ എഞ്ചിനീയറിംഗിൽ എനിക്ക് ഏറ്റവും വലിയ ഒരു അസറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എഞ്ചിനീയറിംഗ് പഠിച്ചതല്ല. എനിക്ക് തോന്നുന്നത് ജീസസ് യൂത്ത് എന്നൊരു പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടത്, കർത്താവിനെ കണ്ടെത്തിയതുമാണെന്നാണ് ഞാൻ പറയുക. അതൊരു വല്ലാത്തൊരു തിരിച്ചറിവായിരുന്നു. കോളേജിൻ്റെ കോർഡിനേറ്ററായിരുന്നു, പിന്നീട് അവിടുത്തെ ക്യാമ്പസ് ടീമിൻ്റെ പാർട്ടായിരുന്നു. അങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവിടെ ഉണ്ടായെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല വ്യക്തികളെ കണ്ടുമുട്ടാനും കർത്താവിനെ കൂടുതൽ അറിയാനും ഇൻസ്പയർ ചെയ്യാനും ജീസസ് യൂത്ത് വളരെ വലിയൊരു പ്രേരണയായിരുന്നു. എഞ്ചിനീയറിംഗിന് ശേഷം എഞ്ചിനീയറിംഗിന് ബന്ധപ്പെട്ട ജോലികളോ, പിന്നീട് എനിക്ക് മനസ്സിലായത് എഞ്ചിനീയറിംഗ് എനിക്ക് പറ്റിയ പണിയല്ലെന്ന്. എഞ്ചിനീയറിംഗിന് ശേഷം പിന്നീട് ഞാൻ സിവിൽ സർവീസ് ട്രൈ ചെയ്തു. അത് ഒരു 1.5 മാർക്കിന് പ്രിലിംസ് ഔട്ടായി. ഞാൻ 5 പ്രാവശ്യം ട്രൈ ചെയ്തു, 5 പ്രാവശ്യം തോറ്റാളാണ് സിവിൽ സർവീസിൽ. അത് കഴിഞ്ഞ് ഞാൻ ബാങ്ക് എക്സാമിന് ട്രൈ ചെയ്തു. ബാങ്ക് എക്സാമിന് 0.66 മാർക്സിന് പ്രിലിംസ്, ഇൻ്റർവ്യൂ, മെയിൻസ് എല്ലാം ക്ലിയർ ആയി. അവസാനം 0.66 അതും ഔട്ടായി. അതിനുശേഷം ഒരുപാട് ജോലികൾ ചെയ്തു. പിന്നീട് സഹൃദയ എന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ പ്ലേസ്മെൻറ്റ് ഓഫീസറായിട്ട് ജോലി ചെയ്തു. അപ്പോൾ അവിടെ ഇതിന് വന്നൊരു കമ്പനി എനിക്ക് അതിനൊരു ഓഫർ തരുവാണ്. അങ്ങനെയാണ് വേറൊരു പ്രൈവറ്റ് സ്റ്റാർട്ടപ്പ് മേഖലയിലോട്ട് ഞാൻ വരുന്നത്. പക്ഷേ 7 മാസത്തിന് ശേഷം ആ ജോലിയും കഴിഞ്ഞപ്പോൾ പിന്നീട് എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻട്രൻസ് എഴുതി IIM കയറുന്നത്, MBA ജേണി. ദാറ്റ് ചേഞ്ച്ഡ് മൈ ലൈഫ്. അപ്പോൾ എൻ്റെ ഈ ഒരു ജീവിതം, ഈ ഒരു കരിയർ ജേണി തന്നെയാണ് ഈ ഡ്രോ മൈ കരിയർ എന്നൊരു ഓർഗനൈസേഷനെ ഒരു സ്വപ്നം ആവാനും, അല്ലെങ്കിൽ ഡ്രോ മൈ കരിയർ എന്ന ഓർഗനൈസേഷൻ്റെ ആകത്തുക എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു ജീവിതം തന്നെയാണ്. എനിക്ക് പറ്റിയൊരു അബദ്ധം, അല്ലെങ്കിൽ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്, എനിക്ക് കരിയറിൽ വന്നൊരു കാര്യം ബാക്കിയുള്ളവർക്ക് വരരുത് എന്നൊരാഗ്രഹം വലിയ കാര്യമായിട്ടുണ്ട്. നവീൻ, ജീവിതത്തിൽ പലതവണ തോൽവികളും പരാജയങ്ങളും തെറ്റായ തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഉയർത്തെഴുന്നേൽറ്റ് വരാൻ സഹായകമായിട്ടുള്ള, ബൗൺസ് ബാക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഇൻസ്പിറേഷൻസ് എന്തൊക്കെയാണ്? കുരിശ് തന്നെ വലിയൊരു പ്രതീക്ഷയാണ്. അത് കഴിഞ്ഞൊരു ഉദ്ധാനം ഉണ്ടെന്ന് വലിയൊരു പ്രതീക്ഷ.
പിന്നെ എപ്പോഴും എന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് എൻ്റെ വൈഫിൻ്റെ ഒരു കോട്ടാണ്. അവൾ എപ്പോഴും പറയും, നമ്മൾ വീഴുവാണെങ്കിൽ മുമ്പോട്ട് വീണാൽ കുഴപ്പമില്ല, പിറകോട്ട് വീഴാതിരുന്നാൽ മതി. എൻ്റെ വീഴ്ചകളെല്ലാം മുമ്പോട്ട് തന്നെയായിരുന്നു. 2, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ വിവാഹം പോലും ആശീർവദിച്ച ഫാദർ ജീനോ, അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, യുദ്ധത്തിൽ മരിച്ചാൽ നീ യോദ്ധാവാണ്, യുദ്ധം ചെയ്യാതെ മരിച്ചാൽ നീ ഭീരുവാണ്. നിനക്ക് ഭീരുവാവണോ യോദ്ധാവാവണം? എനിക്കൊരു യോദ്ധാവാനാണ് ഇഷ്ടം, യുദ്ധത്തിൽ തന്നെ മരിക്കാനാണ് ഇഷ്ടം. ഇത് തന്നെയാണ്, ഈ 2 വാക്കുകളും എനിക്ക് തോന്നുന്നത് ഇതൊക്കെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന കാര്യം, അല്ലെങ്കിൽ തിരിച്ചു വരാൻ വീണ്ടും വീണ്ടും പ്രചോദിപ്പിക്കുന്ന കാര്യം. ജീവിതത്തിൽ ഇൻസ്പയർ ചെയ്ത ചില വ്യക്തികൾ, ചിലപ്പോൾ പുസ്തകങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങൾ? എല്ലാവരെയും പോലെ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത പുസ്തകം ആൽക്കമിസ്റ്റ് തന്നെയാണ്. എൻ്റെ ജീവിതവും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സ്വപ്നത്തിന് പിന്നാലെ നമ്മൾ ഒരുപാട് അലയുന്നു. നമ്മൾ പണ്ട് കിടന്നുറങ്ങി എവിടെയോ തന്നെയാണ് നമ്മുടെ സ്വപ്നങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് ഹൃദയം എവിടെയാണ് അവിടെ തന്നെ നിക്ഷേപം എന്ന് പറയുന്ന ബൈബിൾ വാക്യങ്ങളും എല്ലാം കൂടിയുള്ള വളരെ വളരെ എന്താ പറയുന്നത്, എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള, ഇന്നും എപ്പോഴും വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് ആൽക്കമിസ്റ്റ്. ഇതിൽ ചെറിയൊരു കാര്യമുള്ളത്, എൻ്റെ ട്വീറ്റ് ഇന്ന് വരെ ആരെങ്കിലും റീട്വീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൗലോ കൊയ്ലോ മാത്രമാണ്. അന്ന് ആൽക്കമിസ്റ്റ് വായിച്ച് ആരാധന കൊണ്ട് ട്വിറ്ററിലേക്ക് ഒരു ട്വീറ്റ് ഇട്ടതും പൗലോ കൊയ്ലോ അത് റീട്വീറ്റ് ചെയ്തതൊക്കെ ഇന്നും ദീപ്തമായൊരു ഓർമ്മയാണ്. ഈ ആൽക്കമിസ്റ്റ് വായിച്ചതാവട്ടെ, അൽഫോൺസ് പുത്തൻ്റെ ഗ്യാങ്ങിൽ കയറണമെങ്കിൽ ആൽക്കമിസ്റ്റ് വായിച്ചിരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഗ്യാങ്ങിൽ കയറി ആരോ പറഞ്ഞതുകൊണ്ട് ഈ ഗ്യാങ്ങിൽ കയറണം എന്തിനാണ് ഈ ആൽക്കമിസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി വായിച്ച പുസ്തകമാണ് ഈ ആൽക്കമിസ്റ്റ്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള പുസ്തകവും ആൽക്കമിസ്റ്റ് തന്നെയാണ്. വായിച്ചിട്ട് ഇങ്ങനെ കുറേ പേജുകളിൽ തന്നെ എൻ്റെ നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചൊരു പുസ്തകമാണ് ആൽക്കമിസ്റ്റ്. ഈ ജീവിതം സ്വാധീനിച്ച ചില വ്യക്തിത്വങ്ങൾ, അങ്ങനെ പറയാൻ പറ്റുന്ന ഇൻസ്പയർ ചെയ്തിട്ടുള്ള വ്യക്തികൾ? എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള വ്യക്തി ഡോക്ടർ APJ അബ്ദുൽ കലാം സാറാണ് ജീവിതത്തിൽ. കാരണം അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാനും എനിക്ക് അവസരം ഉണ്ടായി കോളേജിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അതിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അദ്ദേഹം രാഷ്ട്രപതിയായി കഴിഞ്ഞുള്ള വർഷമാണ് കോളേജിൽ അദ്ദേഹം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനുള്ള ചോദ്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ മലയാള മനോരമയുടെ ടീം എഡിറ്റ് ചെയ്ത് ചോദ്യം ചോദിക്കുന്ന എല്ലാവരെയും മുൻവശത്തിരുത്തി. അപ്പം നമ്മുടെ ചോദ്യങ്ങൾ മോശമായതുകൊണ്ടും നമ്മൾക്ക് അന്ന് ഇത്രയും നല്ല ചോദ്യം ചോദിക്കാനുള്ള പാകതയില്ലാത്തതുകൊണ്ടും നമ്മളെല്ലാം ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും ബാക്ക് വശത്താണ് നമ്മൾ എത്തിയത്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് പ്രിപ്പയർഡ് ക്വസ്റ്റ്യൻസ്, എനിബഡി ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻ. ഗ്രേറ്റ്. അങ്ങനെ എനിക്കൊരു ചോദ്യം ചോദിക്കാൻ പറ്റി. ആ ചോദ്യം അന്നത്തെ പത്രവാർത്തയും കൂടിയായിരുന്നു, ന്യൂസ് വാർത്തകൾ. ക്വസ്റ്റ്യൻ വാസ് ലൈക്ക്, ഇതാണ് ക്വസ്റ്റ്യൻ. അദ്ദേഹം, സാർ നിങ്ങൾ തന്നെ പറഞ്ഞു ഇന്ത്യയുടെ ഏറ്റവും വലിയ അസറ്റ് ഹ്യൂമൻ റിസോഴ്സാണ്, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഗവൺമെൻറ് എന്നെ ശ്രമിക്കുന്നത്? ഇതായിരുന്നു എൻ്റെ ചോദ്യം. അതെ അതെ, ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അദ്ദേഹം വളരെ വളരെ ജീവിതത്തിൽ നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. നവീൻ്റെ ജീവിതത്തിലേക്ക് ഇനിയുള്ള മുന്നോട്ടുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ആക്ച്വലൈസ് ചെയ്യാനുള്ള ഡ്രീംസ് എന്തൊക്കെയാണ്? എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ഡ്രോമ കരിയർ തന്നെയാണ്. പക്ഷെ എൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ഈ ഒരു കരിയറിൻ്റെ ഈ ഒരു കണ്ടെത്തൽ, അല്ലെങ്കിൽ കുട്ടികൾ ഈ കരിയറിനെ കണ്ടെത്തുന്നത് അത് തികച്ചും സൗജന്യമായിട്ട് പാൻ ഇന്ത്യ ലെവലിൽ, നമ്മുടെ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ എല്ലാ ഇന്ത്യക്കാർക്കും സൗജന്യമായിട്ട് അവരുടെ കരിയർ, അവരുടെ പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ്, അവരുടെ സ്കിൽസ്, മോട്ടിവേഷൻ, അങ്ങനെ എല്ലാം ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് ഏത് കരിയറാണോ അവർക്ക് അവരുടെ സ്യൂട്ടാവുന്നത് ആ ഒരു കരിയറിലോട്ട് എത്താൻ, സൗജന്യമായിട്ട് എത്താനുള്ളൊരു സിസ്റ്റം ഈ രാജ്യത്തുണ്ടാവും. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. കാരണം ഞാൻ വിശ്വസിക്കുന്നു അവരുടെ മേഖലകളിൽ അവർ എത്തിപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർ വിജയിക്കും. ഇന്ന് ഈ ലോകത്ത് ഏകദേശം എന്താ പറയുന്നത് 150 കോടി ഇന്ത്യക്കാർ തന്നെയുണ്ട് നമ്മുടെ. ഈ 150 കോടി ഓരോ പൗരനും അവനുള്ള സ്പേസ് ഈ ലോകത്തുണ്ട്. വി ആർ ഓൾ യുണീക്ക്. വി ഹാവ് അവർ ഓൺ ടാലൻസ്, അവർ ഓൺ വേ ഓഫ് ഡൂയിങ് തിങ്സ്. ആൻഡ് എവ്രിബഡി ഹാസ് സ്പേസ് ഇൻ ദിസ് വേൾഡ് ടു എക്സിസ്റ്റ്, ടു എക്സൽ, ടു ലിവ് ആൻഡ് ടു ഏൺ. സോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ കമ്പനിയുടെ രജിസ്റ്റേർഡ് നെയിം എന്ന് പറയുന്നത് വൊക്കേഷൻ സ്കെച്ചേഴ്സ് എന്നാണ്. അതായത് വൊക്കേഷൻ കണ്ടെത്തുക. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു, എനിക്കത് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സ് വൊക്കേഷൻ കണ്ടെത്തുക എന്നുള്ള കാര്യത്തിലാണ്. അതേപോലെ തന്നെ നമ്മുടെ യുവജനങ്ങൾക്കും, നമ്മുടെ കാറ്റീസിലൊക്കെ 12 വർഷം യുവജനങ്ങൾ പോകുമ്പോൾ അത് കഴിഞ്ഞ് അവരുടെ വൊക്കേഷനിലോട്ട് എത്താൻ, അവരുടെ ആ വിളിയിലോട്ട് എത്താൻ, എന്താ പറയുന്നത്,
വൈദിക ജീവിതം സന്യാസ ജീവിതം മാത്രമായിരിക്കണം എന്നില്ല, ഏതൊരു മേഖലയായാലും ഞാൻ വിചാരിക്കുന്നത് ഒരു വൊക്കേഷനാണ്. ഗ്രേറ്റ്. ആ ഒരു വൊക്കേഷൻ കണ്ടെത്താനുള്ള ഒരു 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 വലിയൊരു ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ വലിയൊരു ഒരു 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 എന്താ പറയുക സിസ്റ്റം ഈ രാജ്യത്തുണ്ടാവണം. ആൻഡ് ദാറ്റ് വിൽ ക്രിയേറ്റ് എ റെവല്യൂഷൻ. That is nice. It is a revolutionary and also it covers all the dreams of the people. That is nice. Good. ഡ്രോമ കരിയർ യുവജനങ്ങൾക്ക് അവരുടെ ജീവിത വിളി കണ്ടെത്താൻ അല്ലെങ്കിൽ അവരുടെ ഒരു കരിയർ കണ്ടെത്താൻ സഹായിക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ്, വാട്ട് ഈസ് ദ മെസ്സേജ് ദാറ്റ് യു വാണ്ട് ടു ഗിവ് ടു ദം? എനിക്ക് തോന്നുന്നത് ബിലീവ് ഇൻ യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ സെൽഫ്, ട്രസ്റ്റ് ഇൻ ലോഡ് ആൻഡ് ജംപ്. യു ആർ യുണീക്ക്, എവ്രിബഡി ഈസ് യുണീക്ക്, യു ആർ വെരി ടാലൻറ്റഡ്, എവറിഥിങ് ഇസ് പോസിബിൾ. Unless and until you believe in yourself, you believe in God, nothing can happen. That's it. You believe in yourself, dream. യെസ്. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് ഏതാണ്? പാട്ട് ഗിരീഷ് പുത്തഞ്ചേരി സാർ എഴുതിയ കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് എന്ന സിനിമയിലെ പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. ഒരുപാട് വലിയൊരു പ്രതീക്ഷയാണ് ആ പാട്ട് എപ്പോൾ കേൾക്കുമ്പോൾ. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ജിസ് ജോയിയുടെ സൺഡേ ഹോളിഡേ. എന്തൊക്കെയോ എന്താ പറയുന്നത്, മനസ്സിനെ പിടിച്ചിരുന്ന ഒരുപാട് മൊമെന്റ്സ് അതിലുണ്ട്. നമ്മളെ ഒരുപാട് എന്താ പറയുന്നത് ചിന്തിപ്പിക്കുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. ഒരുപാട് ജീവിതങ്ങളെ കാണുന്ന ഒരുപാട് മൊമെന്റ്സ് അതിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ഭക്ഷണം? അങ്കമാലിക്കാരനാണ്. കപ്പയും ബീഫും ഇല്ലാതെ ഒരു ജീവിതമില്ല. ബീഫില്ലാത്ത ഞായറാഴ്ചകളാണോ എന്ന് വരെ ഞങ്ങൾ ചിന്തിക്കാറുണ്ട്. ഫേവറേറ്റ് ബുക്ക്? ആൽക്കമിസ്റ്റ് ഓൾറെഡി സെഡ്. പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം? ഗ്രീസ്. ഗ്രേറ്റ്. ഗ്രീസിൽ പോകണം. ഗ്രീസിലെ ഞാൻ സഞ്ചാരമൊക്കെ ഒരുപാട് കാണുന്ന ആളാണ്. എനിക്ക് ആ ഭൂമി വേവയ്ക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ആ ഒരു ദ വേ ദേ ഹാവ് ബിൽഡ് ഈ ക്ലിഫെല്ലാം ചെയ്തിരിക്കുന്നതും പിന്നെ അവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എപ്പോഴൊക്കെയോ എന്താ പറയുക, പിന്നെ ഞാൻ എൻ്റെ എന്താ പറയുക ഞാൻ എൻ്റെ പല സീനിയേഴ്സും അവിടെ പോകുന്ന കണ്ടിട്ടുണ്ട്. ഗ്രീസ്. ഓക്കെ. ഗ്രീസിലെ ടൂറിസം പോകണം. ഈ ചില സ്ഥലങ്ങൾ പോയാൽ നമ്മളെ റീചാർജ് ചെയ്യും എന്ന് കരുതുന്ന ചില അങ്ങനത്തെ നമ്മുടെ ഒന്ന് റീബൗൺസ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഏതെങ്കിലും പ്ലേസ് ഉണ്ടോ? ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ മലകൾ അങ്ങനെ ചിലപ്പോൾ എന്നെ ഭയങ്കര റീചാർജ് ചെയ്യുന്നതാണ്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ ഒരുപാട് മാറ്റങ്ങളുള്ള സ്ഥലം കുട്ടിക്കാനം, അവിടെ ഉള്ള റിട്രീറ്റ് സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ എനിക്ക് ഇവിടെ മംഗളൂർ ഹോളി ഹിൽ എന്നൊരു സ്ഥലമുണ്ട്, ചെറിയൊരു ഹില്ലാണ്. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ മലകളിലേക്ക് എന്തോ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മലകളും പിന്നെ കടലും, ഇത് രണ്ടുമാണ് എന്നെ റീചാർജ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് തോന്നിയത്. കടലോട് കാട് വരെ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ട്രാവൽ റിട്രീറ്റ് ഞങ്ങൾ പ്ലാനിലുണ്ട്. യു ആർ മോസ്റ്റ് വെൽക്കം. ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം? നീലാകാശം. ഇഷ്ടപ്പെട്ട നടൻ? മോഹൻലാൽ. നടി? എനിക്ക് തോന്നണേ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ഒരു നടിയില്ല. എല്ലാവരും ഇഷ്ടമാണ്. ഈ ഡ്രോമ കരിയർ അതെന്താ ശരിക്കും സംഭവം? അതായത് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വാണ്ട് എവ്രി വൺ ടു ഫൈൻഡ് ദെയർ പാഷൻ ആൻഡ് ടേൺ ദറ്റ് പാഷൻ ഇൻ ടു എ കരിയർ. ദാറ്റ്സ് എക്സാക്ട്ലി വി ഡു. അവർ ടാഗ്ലൈൻ ഈസ് ഫോളോ യുവർ ഹാർട്ട്സ്, റിയലൈസ് യുവർ ഡ്രീംസ്. സോ ഇങ്ങനൊരു പാഷൻ കണ്ടെത്താൻ എന്താണ് ഈ പാഷൻ? സോ നമ്മുടെ ഒരു ഇതിൽ നമുക്കറിയാവുന്ന നമ്മുടെ പാഷൻ, നമ്മുടെ പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ്, മോട്ടിവേഷൻ, സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്, ലേണിംഗ് സ്റ്റൈൽ, ഇമോഷണൽ കോഷ്യൻ, ഈ ഘടകങ്ങളുടെയൊക്കെ ഒരു ആകത്തുകയാണ് ഈ പാഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പാഷൻ കണ്ടെത്താൻ വി ഹാവ് ആൻ AI powered career assessment. So anybody can log into your website drawmycareer.com, take an assessment. They will understand based on all these parameters which career is suited for them. And after that, if they want a one-on-one career counseling session, they get a career counseling session and they get a lifelong support till they reach their career. That's exactly what Draw My Career is. So assessment, counseling and lifelong support is what we offer.